ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ട് ഇൻ ഇൻറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ടെമുന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനത്തിൻ്റെ അൺബോക്സിങ് ആണ്. ഇത് നമ്മൾ മൂന്നാമത്തെ തവണയാണ് കേട്ടോ ടെമുന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ തവണ വാങ്ങിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഫ്ലോപ്പായിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ റിട്ടേണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടെമു ആയതുകൊണ്ട് തന്നെ ആരും പിക്കപ്പിന് വന്നതും ഇല്ല. ആ പ്രൊഡക്റ്റൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. റിട്ടേണൊക്കെ തനിയാലെ തന്നെ ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ടെമുന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും റിട്ടേൺ ഓപ്ഷനോ റീഫണ്ട് ഓപ്ഷനോ ഇല്ല. വാങ്ങിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ നോക്കിയും കണ്ട് വാങ്ങിക്കുക. പക്ഷെ നമുക്ക് വാങ്ങിക്കാണ്ടിരിക്കാനും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. വളരെ ചെറിയ പ്രൈസിലാണ് കേട്ടോ നമുക്ക് ഓരോ സാധനങ്ങളും കിട്ടുന്നത്. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് ബൊക്കെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിങ്ക് കളറിൽ പിന്നെ വൈറ്റ് ഷെയ്ഡിലും വരുന്ന കുറച്ച് ബൊക്കെ ഷീറ്റ്സ് ആണ്. 20 പീസസ് വരുന്നുണ്ട് കേട്ടോ. ഒരു 5 ദിറംസോ 4 ദിറംസോ ആണ് ചാർജ് വരുന്നത്. എല്ലാം 5ൻ്റെ താഴെയാണ് ഇതൊക്കെ ചാർജസ് വരുന്നത്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം ഒരേ മോഡലാണ്, പക്ഷേ കളറ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ബാഗ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്നാമത് വൈറ്റും ബ്ലാക്കും ഷെയ്ഡിൽ വരുന്നത്. ഇത് വൈറ്റും മെറൂണും ആണ് കേട്ടോ. വൈറ്റിൽ മെറൂണ് റിബണും അതുപോലെ തന്നെ മെറൂണ് ക്രീപ്പി പേപ്പേഴ്സൊക്കെ വരുന്നത്. പിന്നെ ഒരു പിങ്കാണ്, പിങ്കും ഗ്രീനും ഷെയ്ഡ് വരുന്നത്. ഇതൊക്കെ ഓഫറിലിട്ടതാണ്, അതുകൊണ്ടാണ് പല രീതിയിലുള്ള കളേഴ്സ് നമുക്ക് പക്ഷേ ചെറിയ റേറ്റിന് കിട്ടും. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് മറന്നുപോയി. ഇതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് മിറർ കണ്ടിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് ഇത്ര ചെറിയ മിററാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഞാൻ ഓർഡർ ചെയ്തത്. നമ്മൾ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ മിററിൻ്റെ സെറ്റില്ലേ, അതാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായി. നന്നേ ചെറുതാണ്, എൻ്റെ ഒരു കൈൻ്റെ അത്ര വരെ വലിപ്പമില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. റിട്ടേൺ ചെയ്യാനും പറ്റില്ല, റീഫണ്ടും കിട്ടില്ല. പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബൊക്കെ ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 20 പീസസ് ആണ് വരുന്നത്. പിന്നെ ഒരു ഫോൺ കേസ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിനാണ് കേസ് വാങ്ങിച്ചത്. നല്ലൊരു കേസാണ്. ഒരു 3 ദിറംസോ 4 ദിറംസോ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മെറ്റീരിയൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ലാഭമാണ്. അപ്പോൾ നല്ല കേസാണ്. 10ൽ 10 തന്നെ കൊടുക്കാം. പിന്നെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ടുലിപ്പിൻ്റെ ഫ്ലവറാണ്, വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. ഇതും നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതും നമുക്ക് 10ൽ 10 കൊടുക്കാം. ഇതിനും അത്രേ റേറ്റ് ഉള്ളൂ. 6 ആണെന്ന് തോന്നുന്നു, 6 ദിറംസ് ആണെന്ന് തോന്നുന്നു ഇതിന് വരുന്നത്. എന്നാലും നല്ല 6 ദിറംസിനൊക്കെ നല്ല ലാഭമാണ് ഈ ഒരു ബഞ്ച് ഓഫ് ടുലിപ്പിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതെൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പിന്നെ തലയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇത് ഞാൻ നല്ല രീതിയിൽ കണ്ടോളൂ. 3 ദിറംസ് അങ്ങനെ വരുന്നുള്ളൂ. തല തുടച്ചിട്ട് നമുക്ക് കെട്ടി വെക്കാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയൽ, നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ പിന്നെ അടുത്തത് ഒരു ഫ്ലബൊക്കെയാണ്. ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ചാണ്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയലാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഇനി അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് റിബൺസാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വാങ്ങിച്ചിട്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് കേട്ടോ. 2 ദിറംസാണ് ഇതിനൊക്കെ വരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി, നല്ല സംഭവങ്ങളാണ്. അടുത്തത് എനിക്കൊരു പറ്റിയതാണ്. ഞാൻ അതിൽ കണ്ടത് ഒരു ഫ്രെയിമായിരുന്നു, പക്ഷേ വന്നത് ഇതുപോലെയാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്ന് നേരത്തോട്ട് നോക്കി, ഇതൊരു ബാനർ കണക്കിയാത്ത സംഭവമാണ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഇതല്ല ഗൈസ്, ഒരു ഫ്രെയിമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പിന്നെ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വരും. കാരണം ഫ്രെയിം അല്ലല്ലോ, ഫ്രെയിം പോലെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് റിബൺസാണ്. ഇതും റെഡ് ഷെയ്ഡിൽ വരുന്ന ജസ്റ്റ് ഫോർ യുന്ന് കോട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു റിബണാണ്. ഇതുപോലെ തന്നെ കളർ ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലാക്കിൽ വൈറ്റ് വരുന്നതും പിന്നെ വൈറ്റിൽ ബ്ലാക്ക് വരുന്നതും ഒക്കെയുള്ള റിബൺസും വാങ്ങിച്ചിട്ടുണ്ട്. ടെമുവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 60 ദിറംസിനൊക്കെ പർച്ചേസ് ചെയ്യാം, അതാണ് ലിമിറ്റ് ഉണ്ടാവുക. ആ ഫസ്റ്റ് പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ലിമിറ്റ് വരുന്നത് 90 ദിറംസാണ് മിനിമം ഓർഡർ വരിക. അപ്പോൾ 90 തികക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത ഒരു സാധനമാണ് ഇത്. സോക്സ് ആണ്. ഒരു 4 തരത്തിലുള്ള സോക്സ് കളർ ഷെയ്ഡ് വരുന്ന 5 കളർ ഷെയ്ഡ് വരുന്ന സോക്സ് ഉണ്ട്. നല്ല മെറ്റീരിയലാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ വാങ്ങിച്ചതിൽ ഫ്ലോപ്പായിട്ടുള്ളത് 2 സംഭവങ്ങളാണ്. എന്നാലും കുഴപ്പമില്ല, ബാക്കിയൊക്കെ അടിപൊളിയാണ്.
അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതുപോലെ വേസിൽ വെച്ച് കൊടുത്തു. അപ്പോൾ രണ്ടും ആദ്യം ഒരു വേസിലാണ് വെച്ചത്, പക്ഷെ അതത്ര ഭംഗിയില്ല. അപ്പോൾ ഞാൻ വേറൊരു ഫ്ലവേഴ്സ് എടുത്തിട്ട് അതിലോട്ടേക്ക് നമ്മളെ ഈ ഒരു റോസ് ഫ്ലവറിനെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് പറയുന്നത് ഞാൻ അന്ന് ഫസ്റ്റ് ടെമൂന്ന് തന്നെ പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഈ ബ്ലാക്ക് അല്ല, ഈ ഒരു ബ്ലൂ പോലത്തെ ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.